പുരുഷനപ്പുറം യാതൊന്നുമില്ല. സാ കാഷ്ട, അതാണ് പരമകാരണം. ജഗത്ത് കാഷ്ട എന്ന് വെച്ചാൽ അതിര്, ഈ ജഗത്തിൻ്റെ അതിര് പരമകാരണം. അതുകൊണ്ടത് അബ്സല്യൂട്ട്. ഇതൊക്കെ പറഞ്ഞാൽ പിടികിട്ടുമെങ്കിൽ ചിന്തിച്ച് നോക്കുക. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ്. അബ്സല്യൂട്ടാണ് പരമകാരണം, മറ്റെല്ലാം അതിലുള്ള റിലേറ്റീവ് സാപേക്ഷ ഭ്രമങ്ങൾ. അബ്സല്യൂട്ടിനെ കണ്ടെത്തിയാലോ, പരമകാരണത്തെ കണ്ടെത്തിയാൽ പിന്നെ അതല്ലാതെ മറ്റൊന്നും ഉണ്ടാകാനേ സാധ്യമല്ല. കാണുന്നതൊക്കെ അത്. മരുഭൂമിയാണ് കാനൽ ജലത്തിൻ്റെ അബ്സല്യൂട്ട് പരമകാരണം. മരുഭൂമിയെ കണ്ടെത്തിയാലോ കാനൽ ജലമെല്ലാം മരുഭൂമി തന്നെ. ഒരു തുള്ളി വെള്ളം പോലും വേറെ ഉണ്ടായിട്ടില്ല. ഇതാണ് സാ കാഷ്ട സാ പരാഗതി. ഈ ഉപനിഷത്ത് സിദ്ധാന്തമൊക്കെ വാസ്തവത്തിൽ ഇതിലപ്പുറം ഒരു ശാസ്ത്രമിനി ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയാൽ ഇവിടെ ഈ കാണുന്ന കോലാഹലമെല്ലാം ആ നിമിഷം നശിക്കും. മനസ്സിലാക്കുന്ന ആളിനെങ്കിലും നശിച്ചു കിട്ടും. മറ്റുള്ളവർക്ക് നശിച്ചില്ലെങ്കിൽ അവരനുഭവിക്കട്ടെ, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. സാ കാഷ്ട സാ പരാഗതി. അപ്പോൾ ചോദിക്കുന്നു നചികേതസിന്, അങ്ങനെയാണോ ഈ പുരുഷൻ അദ്ദേഹമാണോ പരമകാരണം? അത് എവിടിരിക്കുന്നു അദ്ദേഹം? ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോ ആത്മാന പ്രകാശത്തെ. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢ. അല്ലയോ നചികേതസേ, ഈ പുരുഷൻ സകല പ്രപഞ്ചഘടകങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാനില്ല. പക്ഷെ ബോധമില്ലയോ, ഒരു പ്രപഞ്ചഘടകവുമില്ല. ജീവനുണ്ടെന്ന് കരുതുന്ന പ്രപഞ്ചഘടകങ്ങളിൽ വ്യക്തമായും ഞാനുണ്ട് എന്നനുഭവിക്കുന്നു. പക്ഷെ അവിടെ മാത്രമല്ല, ഈ മേശയിലും മൺകട്ടയിൽ പോലും ഈ പുരുഷൻ നിറഞ്ഞിരിക്കുന്നു. എന്താ? മായയ്ക്ക് കട്ടി കൂടിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജീവൻ എന്ന് പറയുന്നത് വെള്ളത്തിലെ സൂര്യപ്രതിബിംബം പോലെ ചിത്തത്തിലെ പ്രതിബിംബമാണ്. ആ വെള്ളം ചെളി നിറഞ്ഞ് കട്ടയായി എന്ന് വെക്കുക, പ്രതിബിംബം അപ്പോഴും ഉണ്ട്. അപ്പോഴും ആ പാത്രത്തിൽ പ്രതിബിംബം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അത് കട്ടിപിടിച്ചു പോയാൽ പ്രതിബിംബമുണ്ടെന്ന് തോന്നുകയില്ല. അതുപോലെ ഈ കട്ടിപിടിച്ച ജഡത്തിൽ പോലും ചിലർ ചോദിക്കാറുണ്ട്, അതിൽ മൃതശരീരത്തിൽ ബോധമുണ്ടോ സാർ? വലിയ ചോദ്യം പോലെ ചില ആളുകൾ ചോദിച്ചത്. മൃതശരീരത്തിലെന്നല്ല, ഏത് ജഡവും ബോധം തന്നെ. പിന്നെയാണ് ബോധമുണ്ടോ എന്ന് ചോദിക്കാൻ. ജഡമുണ്ടെങ്കിലല്ലേ ജഡത്തിൽ ബോധമുണ്ടോ എന്ന് ചോദിക്കാൻ. ജഡമില്ല, ഒക്കെ ബോധം തന്നെയാണ്. വലിയ ചോദ്യമായിട്ടാണ് ചിലർ ചോദിക്കുന്നത്. ചിന്തിച്ച് സത്യമറിയാതെ ഇത്തരം സംശയങ്ങളിൽ കിടന്ന് കുഴങ്ങിയിട്ടൊരു പ്രയോജനവുമില്ല. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോ ആത്മാ ന പ്രകാശത്തെ. കണ്ണുകൊണ്ട് കാണാനൊക്കില്ല. ബോധത്തെ എങ്ങനെ കണ്ണുകൊണ്ട് കാണാം? ബോധമാണ് എനർജി സ്പന്ദിക്കുന്നെങ്കിൽ ബോധത്തിലെ ഒരു ഭ്രമമാണ്. ഭ്രമമെല്ലാം വസ്തു തന്നെ. ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ട് പഠിച്ചോളുക. മരുഭൂമിയിലെ കാനൽ ജലമാണ് ഭ്രമം. കാനൽ ജലം ഭ്രമം. പക്ഷെ ആ കാനൽ ജലം മരുഭൂമി തന്നെ. കയറില്ല പാമ്പ് ഭ്രമം. കയറിലെ പാമ്പ് അന്തിമ വിശകലനത്തിൽ കയർ തന്നെ. അത് മനസ്സിലാക്കിയാൽ പേടിയൊക്കെ തീർന്നു. അതുപോലെ ഈ ജഗത്ത് ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? ബ്രഹ്മത്തിലെ ഭ്രമമാണ്. അവ്യക്തം മുതൽ ആകാശം മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രപഞ്ചഘടകങ്ങളും. അതുകൊണ്ട് അവ്യക്തം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം ബ്രഹ്മം തന്നെ എന്നുറപ്പിക്കുക. ഭ്രമമെല്ലാം അന്തിമ വിശകലനത്തിൽ വസ്തുവാണ്. അല്ലാതെ വെറുതെ ഇതൊക്കെ ബ്രഹ്മമെന്ന് പറയുകയല്ല. അപ്പോൾ ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോ ആത്മാ ന പ്രകാശത്തെ. ഇത് സകല പ്രപഞ്ചഘടകങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. അത് പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. അല്ലയോ നചികേതസ്സേ,
ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യ വിചാരം ചെയ്ത്. നേരത്തെ പറഞ്ഞ പരമകാരണത്തെ കണ്ടുപിടിക്കൂ. പരമകാരണത്തെ കണ്ടുപിടിച്ചാൽ പരമകാരണമല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടും. അബ്സല്യൂട്ടിനെ കണ്ടാൽ ഇവിടെ റിലേറ്റീവായിട്ടൊന്നുമില്ല എന്ന് ബോധ്യപ്പെടും. കാരണം റിലേറ്റീവായിട്ട് കാണപ്പെടുന്നതൊക്കെ അബ്സല്യൂട്ട് തന്നെ. ഇൻഫിനിറ്റിനെ കണ്ടെത്തിയാൽ ഫൈനൈറ്റായിട്ടൊന്നും യഥാർത്ഥത്തിലില്ല എന്ന് കാണാൻ കഴിയും. എന്താ? ഫൈനൈറ്റായിട്ട് കാണപ്പെടുന്നതൊക്കെ ആ ഇൻഫിനിറ്റ് തന്നെയാണ്. കഴിയുമെങ്കിൽ ഇതൊക്കെ ചിന്തിച്ച് ഉറപ്പിച്ചോളുക. ഇതിനപ്പുറത്തൊരു ശാസ്ത്രജ്ഞനെ ഒരു ചൊവ്വയിലും ഒരു സൂര്യനിലും പോയി ആരും കണ്ടെത്താൻ പോകുന്നില്ല എന്നാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം. ഇതാ ഉപനിഷത്ത് പറയുന്നു, യേഷ സർവേഷു ഭൂതേഷു ഗൂഢോ ആത്മാനപ്രകാശത്തെ ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യ. ശാസ്ത്രീയമായി ഏതുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട്, ഏതില്ലെങ്കിൽ ഈ ജഗത്തില്ല എന്ന യുക്തിയിൽ കൂടി പരമകാരണം ആര് കണ്ടെത്തുന്നുവോ, മനസ്സിനെ ഉപശമിപ്പിച്ച് വിജ്ഞാനവാനായി ആ സത്യത്തെ ആര് സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നുവോ അവരുടെ ബുദ്ധിക്ക് തന്നെ അതിസൂക്ഷ്മമായി കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് കൃഷ്ണൻ ഈ മന്ത്രം പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലെ അവസാന 2 42-ാമത്തെ മന്ത്രം അവിടെ ബുദ്ധിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മഹാനാത്മാവും അവ്യക്തവും അദ്ദേഹം വിട്ടുകളഞ്ഞു കൃഷ്ണൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബുദ്ധിയുടെ തലത്തിൽ തന്നെ, സൂക്ഷ്മമായ ബുദ്ധിക്ക് തന്നെ ഈ സത്യത്തെ കണ്ടെത്താൻ അനുഭവിക്കാൻ കഴിയും. ബുദ്ധിയായിട്ട് മാറി നിന്നുകൊണ്ട് വളരെയധികം ഈ സത്യത്തെ അനുഭവിക്കാൻ കഴിയും എന്നാണ് ഉപനിഷത്തുക്കളും ഗീതയും പറയുന്നത്. അവിടെ എന്താ? ഇതേ മന്ത്രം ഇന്ദ്രിയേഭ്യം 42-ാമത്തെ ശ്ലോകം, 3-ാം അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി. അവിടെ നിർത്തി. യോ ബുദ്ധേ പരതസ്തു സഹ. ബുദ്ധിക്കപ്പുറം ആരാണോ അതാണ് പുരുഷൻ, ബോധം, ബ്രഹ്മം. അവിടെ മഹാനാത്മാവിനെയും അവ്യക്തത്തെയും വിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് കൃഷ്ണൻ വിട്ടു? ബുദ്ധിയുള്ള തലത്തിൽ തന്നെ ഇതാ ഉപനിഷത്ത് തന്നെ പറയുന്നു, ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. അപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ തന്നെ ആ സത്യത്തെ ഒട്ടേറെ കണ്ടനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ പ്രാണനെയും അവ്യക്തത്തെയും മഹാനാത്മാവിനെയും അവ്യക്തത്തെയും വിട്ടു. അർജുന ഏവം ബുദ്ധേ പരം ബുദ്ധ്വ. മടയാ, നീ ഈ ബഹളമൊക്കെ ഉണ്ടാക്കാതെ, വിറയ്ക്കുന്നു, ഉരുണ്ട് വീഴുന്നു, ഗാന്ധികോത ആ കയ്യിൽ നിന്ന് പോകുന്നു. ഇവിടെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കാതെ ബുദ്ധേ പരം ബുദ്ധ്വ, നിന്നിൽ തന്നെ ബുദ്ധിക്കപ്പുറത്ത് ഒരു മാറ്റവുമില്ലാതെ ആനന്ദഘനമായി നിൽക്കുന്ന ആ സത്യത്തെ അറിയൂ അർജുന. ഏവം ബുദ്ധേ പരം ബുദ്ധ്വ. എങ്ങനെ? സംസ്തഭ്യാത്മാനമാത്മന. മനസ്സുകൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തൂ. സംസ്തഭ്യ, ഉറപ്പിച്ചു നിർത്തൂ. എവിടെ? ബ്രഹ്മത്തിൽ. കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതാണ് സംസ്തഭ്യ ആത്മാനമാത്മന. ശാസ്ത്രീയമായി വസ്തു ഗ്രഹിച്ച മനസ്സുകൊണ്ട് ഇളകിമറിയുന്ന മനസ്സിനെ ആ ശാസ്ത്രീയമായ സത്യബുദ്ധിയിൽ ഉറപ്പിക്കൂ. ആവർത്തിച്ച് കൃഷ്ണൻ പറയുന്നു, ബുദ്ധവും ശരണമന്വിച്ച. എടോ, സത്യം ശാസ്ത്രീയമായി ഗ്രഹിച്ചിട്ട് എപ്പോഴും ആ ബുദ്ധിയെ ശരണം പ്രാപിക്കും. എന്ന് വെച്ചാൽ എന്താ? സാഖ്യബുദ്ധി ഒന്നേ ഉള്ളൂ. 2-ാം അധ്യായത്തിൽ ആദ്യം പറയുന്ന സാഖ്യബുദ്ധി. ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇളകിമറിയുന്ന നിൻ്റെ മനസ്സിനെ, ഇളകിമറിയുന്ന ആനയെയും മറ്റും കുറ്റിയിൽ പിടിച്ച് കെട്ടുന്നില്ലേ, അതുപോലെ ഇളകിമറിയുന്ന നിൻ്റെ മനസ്സിനെ സംസ്തഭ്യ. ആ വാക്കൊക്കെ തന്നെ ഗംഭീരമാണ്. അവിടെ പിടിച്ചു നിർത്തൂ. ഒരു തൂണ് കുഴിച്ചു നിർത്തുന്നത് പോലെ നിൻ്റെ ബുദ്ധിയെ
ഈ ബ്രഹ്മത്തിൽ പിടിച്ചു നിർത്തൂ. നിൻ്റെ മനസ്സിനെ, ചഞ്ചലമാകുന്ന മനസ്സിനെ സത്യബുദ്ധി ഉൾക്കൊള്ളുന്ന മനസ്സിൽ പിടിച്ചു നിർത്തൂ. ഒരു മനസ്സിനെ രണ്ടായിട്ട് വിഭജിക്കൂ. ഒന്ന് ചലിക്കുന്ന മനസ്സ്, മറ്റൊന്ന് സത്യത്തിൽ അചഞ്ചലമായി നിൽക്കുന്ന മനസ്സ്. ചലിക്കുന്ന മനസ്സിനെ ഈ അചഞ്ചലമായ ആ ബുദ്ധിയിൽ, സത്യബുദ്ധിയിൽ പിടിച്ചു നിർത്തൂ. അർജുന ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഹ ഫലഹേതവ. കഷ്ടം, കർമ്മഫലത്തിൻ്റെ പിന്നാലെ ഭ്രാന്തരായി ഓടുന്ന മനുഷ്യർ അനുകമ്പാർഹരാണ്. എന്തുകൊണ്ട്? അവരോടി ഓടി ഈ കാനൽ ജലം കുടിക്കാൻ ഓടുന്ന മാൻപേടകളെ പോലെ മരുഭൂമിയിലെ വെള്ളം കുടിക്കാൻ മാൻ ഓടുകയാണ്. ഓടുന്തോറും വെള്ളം അകന്നകന്ന് പോകുന്നു. പക്ഷേ മനസ്സിലാകുന്നില്ല, അത് അപ്പുറത്ത് വെള്ളം. ഓടി ഓടി ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ വെയിൽ കൊണ്ടുരുകുന്ന മരുഭൂമിയിൽ മാൻപേട ചത്തു വീഴുകയാണ്. അതാണ് മൃഗതൃഷ്ണിക എന്നതിന് പേര് തന്നെ. ഇതല്ലേ മനുഷ്യൻ്റെ ഗതി? അവനെവിടെയോ പോകുക, എന്തോ കിട്ടാൻ വേണ്ടി ഓടുകയാണ്. ഒടുവിൽ ഒന്നും കിട്ടാതെ നീറി നീറി പെടഞ്ഞ് മരിക്കുന്നു. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇതാ യമൻ പറയുന്നു, നചികേതസേ, കുറച്ച് പ്രയാസമാണ്, അതല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉത്തിഷ്ഠത ജാഗ്രത, എടാ എണീക്ക്, ഉണര്. വിവേകാനന്ദ സ്വാമിയുടെ മുദ്രാവാക്യമാണ് ഉത്തിഷ്ഠത. കഠോപനിഷത്തിലുള്ളതാണ്. ഉത്തിഷ്ഠത ജാഗ്രത, ഉണർന്നു വർത്തിക്ക്, എണീക്ക്. അല്ലാതെ ഇവിടെ അതുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞ് കിടന്നുരുളാതെ എണീക്ക്. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യ വരാൻ, സത്യാന്വേഷികളുടെ അടുത്തെത്ത്, അവരിൽ നിന്നും സത്യം പഠിക്ക്. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യ വരാൻ, നിബോധത, ഉണര്, നിൻ്റെ മനസ്സിനെ ഉണർത്ത്. ഈ കൂരിരുട്ടിൽ, അജ്ഞതയുടെ കൂരിരുട്ടിൽ എന്തിനു കിടന്ന് പെടയുന്നു? പക്ഷേ നചികേതസേ, ക്ഷുരസ്യ ധാര, ഈ യാത്ര വാൾത്തലയിൽ സഞ്ചരിക്കുമ്പോഴാണ്. കാരണം പ്രലോഭനങ്ങൾ നിരവധി, ആർക്കും ഏത് നിമിഷവും വഴുതിപ്പോകാം. വാൾത്തലയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കാല് മുറിയാതെ അല്പം അശ്രദ്ധ വന്നാൽ കാലുമൊക്കെ മുറിഞ്ഞ് തറയിൽ വീണ് കുഴപ്പമാവും. എത്ര ആളുകളാണ് ആധ്യാത്മിക തലത്തിൽ എന്തോ കുറച്ചത് ഇതൊക്കെ കിട്ടി എന്ന് വരുമ്പോൾ ഒക്കെ സത്യത്തെയും വിട്ട് ഒക്കെ വിട്ട് കിടന്ന് പെടുകയാണ്. ലോകത്തെ നന്നാക്കി കളയാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. വിവേകാനന്ദ സ്വാമിയുടെ ജീവിതം കണ്ട് പഠിക്കുക. ഒരു പട്ടിയെങ്കിലും പട്ടിണി അടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരുമെന്ന് ഗർജിച്ച ആ സിംഹം ഒടുവിൽ എന്താ പറയുന്നത്? അയ്യോ, എനിക്ക് ഈ ലോകം വേണ്ട, ഇതിനെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പട്ടിയുടെ വളഞ്ഞ വാലും പോലാണ് ഈ ലോകം, എനിക്ക് വേണ്ട, അതിനെ നിവർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് സ്വാമി ഒടുവിൽ നിലവിളിക്കുകയാണ്. ഇതാണ് വസ്തുത. വസ്തുത അറിഞ്ഞവരുടെ മാനസിക നിലവാരം എന്ന് വെച്ച് വേണ്ടെന്നൊന്നുമല്ല. ഒരു നാടകത്തിൽ പോലെ പറ്റുന്നതൊക്കെ ചെയ്യുക. ദാരിദ്ര്യം ശമിപ്പിക്കാൻ പറ്റുമെങ്കിൽ കുറേയൊക്കെ ശ്രമിക്കുക. പക്ഷേ ആ ശ്രമം ഈ സത്യബുദ്ധി ഇല്ലാതെയാണ് നടത്തുന്നതെങ്കിൽ പരമ നിരാശയിൽ, ദുരിതത്തിൽ കലാശിക്കും. സത്യബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ഘട്ടമായി വിവേകാനന്ദ സ്വാമി പറയും പോലെ തന്നെ ശിഷ്യനെ വിളിച്ചു പറയുകയാണ്, കുഞ്ഞെ, ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല, ഒരു പരമാത്മതത്വം മാത്രം. ഞാനിതാ വ്യക്തമായി അനുഭവിക്കുന്നു, നീയും അനുഭവിക്കുക. എന്നിട്ട് തെരുവിലിറങ്ങി വിളിച്ചു പറഞ്ഞ് നടക്കുക. കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. ഇതാണ് ആ ധീരനായ സത്യാന്വേഷിയുടെ അവസാന കാലത്തെ പ്രഖ്യാപനം വിവേകാനന്ദ സ്വാമിയുടെ. പറ്റുമെങ്കിൽ കേൾക്കുക. ഈ യമൻ്റെ പ്രസ്താവന പോലെ ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ, അങ്ങനെ ചുവടുവെച്ച് വളരെ സൂക്ഷിച്ചു പോയാൽ അധ്വനപ്പാരമാപ്നോതി, അവൻ വഴിക്കപ്പുറം എത്തിച്ചേരും. അല്ലെങ്കിലോ എല്ലാം തകരും.
എല്ലാം തകരും. ഭ്രമം സോത്ഥനപാരമപ്നോതി തദ് വിഷ്ണു പരമം പദം ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ ദുർഗം പഥ മാർഗം ക്ലേശമുള്ളത്. എന്താ? മായ അത്ര ശക്തിയേറിയതാണ്. കൃഷ്ണൻ പറയുന്നില്ലേ, മമമായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിത്തെ. മായക്കടക്കാൻ എളുപ്പവഴിയുണ്ട്. തൻ്റെ ഇടമുണ്ടോ, നിശ്ചയദാർഢ്യമുണ്ടോ, ഇത് ഇപ്പം ഈ നിമിഷത്തിൽ കടക്കാം. എന്താ? കാണുന്നതൊക്കെ ജഗതീശ്വരൻ. മായ തീർന്നു. മാമേവ, എന്നെ മാത്രം ഏ പ്രപദ്യന്തേ, ആരാണോ ശരണം പ്രാപിക്കുന്നത്, മായാം ഏതാം തരന്തിത്തെ, അവർ മായയെ കടക്കുന്നു. ഇതാണ് ശരണം പ്രാപിക്കൽ. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എന്നെ മാത്രം. അതെങ്ങനെ? എല്ലാം ഞാനായി കാണൂ. ഞാനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. ഇതാണ് കൃഷ്ണൻ്റെ തന്നെ പ്രഖ്യാപനം, ഈ ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. എന്തിന്? മൂന്നാം വല്ലി യമൻ ഉപസംഹരിക്കുന്നു. അശബ്ദം അസ്പർശം, അശബ്ദം അസ്പർശം അവിവേയം തഥാരസം നിത്യമഗന്ധവത്സയത് അനാദ്യനന്തം മഹതപരം ധ്രുവം നിചായ്യ മൃത്യുമുഖാത് പ്രമുച്യത്തെ. ശബ്ദമില്ല, രൂപമില്ല, രസമില്ല, ഗന്ധമില്ല, ഒരിക്കലും നഷ്ടപ്പെടാത്തത്. അനാദ്യനന്തം, ആദിയില്ല, അന്തമില്ല, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യം. ആ സത്യത്തെ നിചായ്യ, അതുമാത്രമേ ഉള്ളൂ എന്നുറപ്പിച്ച് കാണുന്നതിലൊക്കെ കാണുക, കേൾക്കുന്നതിലൊക്കെ ആ സത്യത്തെ അനുഭവിക്കുക. എഴുത്തച്ഛൻ പറഞ്ഞ ശ്ലോകം ഓർമ്മിക്കുക. ഇവർ മാത്രമല്ല, യമൻ മാത്രമല്ല, നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ, യാതൊന്നു കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്തത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. നിചായ്യ മഹതപരം ധ്രുവം, മഹത്തത്വത്തിനും പ്രാണനും അപ്പുറം ധ്രുവം, ഒരു ചലനവുമില്ലാതെ നിൽക്കുന്ന ആ സത്യത്തെ നിചായ്യ മഹതപരം ധ്രുവം. അങ്ങനെയുള്ള ആ സത്യത്തെ ആരാണോ ചേർത്ത് അനുഭവിക്കുന്നത്, അദ്ദേഹം ഈ സകല മരണദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. മൂന്നാം വല്ലി കൊണ്ട് ഏതാണ്ട് സത്യസ്വരൂപ വിവരണമൊക്കെ അവസാനിച്ചു. അതുകൊണ്ട് മൂന്നാം വല്ലിയെ ഉപനിഷത്തിൻ്റെ അവസാന ഭാഗം പോലെ യമൻ ഉപസംഹരിക്കുകയാണ്. യമനല്ല, ഉപനിഷത്ത് ഉപസംഹരിക്കുന്നു. നാചികേതോപാഖ്യാനം വൃത്തിപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയത്തെ. ഈ തത്വം കേൾക്കുന്നവരും പറയുന്നവരും ഒക്കെ ബ്രഹ്മലോകത്തെത്തിച്ചേരുന്നു. യൈമം പരമം ഗുഹ്യം ശ്രാവേൻ ബ്രഹ്മസംസതി. ആരാണോ സത്യജിജ്ഞാസുക്കളുടെ നടുവിൽ ഈ സത്യം പറഞ്ഞു കേൾപ്പിക്കുന്നത്, പ്രയത ശ്രാദ്ധകാലേവ, ശ്രാദ്ധം തുടങ്ങിയ കാര്യങ്ങൾ നടത്തുമ്പോഴും ഈ സത്യം, പിതൃതർപ്പണം ചെയ്യുമ്പോഴും ഈ സത്യം ആരാണോ പറഞ്ഞു കേൾപ്പിക്കുന്നത്, തദാനന്ദ്യായ കൽപ്പത്തെ, തദാനന്ദ്യായ കൽപ്പത്തെ, അവർ ആനന്ദമായ സത്യം അനുഭവിക്കാൻ കരുത്തരായിത്തീരുന്നു. ഏതാണ്ട് ഉപനിഷത്ത് അവസാനിപ്പിച്ചു എന്ന് മട്ടിൽ. പക്ഷേ ഇനിയും അടുത്ത മൂന്ന് വല്ലികളിൽ ഈ ആത്മാവിൻ്റെ സ്വരൂപം കുറെ കൂടി നചികേതസ്സിനെയും നമ്മയും പഠിപ്പിക്കാൻ വേണ്ടി ഇവൻ തുടരുന്നു. सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है, ईश्वर अपने साथ है, डरने की क्या बात
ईश्वर अपने साथ है, डरने की क्या बात